നമ്മുടെ കേരളത്തിൽ വൻ വികസനത്തിന് വഴിതെളിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് വിഴിഞ്ഞം നവായിക്കുളം ഔട്ടർ റിംഗ് റോഡ്. വിഴിഞ്ഞം ഏതാണ്ട് അതിൻ്റെ പണി മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായും വിഴിഞ്ഞത്ത് നിന്നും നവായിക്കുളത്തേക്കുള്ള ഏതാണ്ട് 63 കിലോമീറ്റർ വരുന്ന ഔട്ടർ റിംഗ് റോഡ് കേരളത്തിൻ്റെ വികസന രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറേണ്ടതാണ്. പക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും കേന്ദ്രവിരുദ്ധ രാഷ്ട്രീയ നിലപാടും കൊണ്ട് അത് വൈകിയിരിക്കുന്നു. അതുമൂലം സ്ഥല ഉടമകൾ വലിയ ദുരിതങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാ പദ്ധതി ഇതേവരെ പ്രാവർത്തികമായിട്ടില്ല. സ്ഥല ഉടമകൾ വിവരിക്കാനാകാത്ത വിധം വലിയ ദുരിതങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. ഈ പദ്ധതി 2022 സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ 3 വർഷം കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് 2022 സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. എല്ലാ സ്ഥല ഉടമകളിൽ നിന്നും ബന്ധപ്പെട്ട രേഖകൾ ആ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാർ കൈവശപ്പെടുത്തി. അതിനുശേഷം സ്ഥല ഉടമകൾക്ക് അവിടെ വീട് നിർമ്മിക്കാനോ ആ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാനോ അതുപോലെ അതിൻ്റെ രേഖകൾ പണയം വെച്ച് കടമെടുക്കാനോ സാധിക്കുന്നില്ല. പക്ഷേ ഈ 2022 പ്രഖ്യാപിച്ച ഈ പദ്ധതിയിൽ നിന്ന് 2023 കഴിയുമ്പോഴേക്കും സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറി. ഒരു കൊല്ലം പിന്മാറ്റത്തിന് പൂർണ്ണമായ ഒരു കൊല്ലത്തിലധികം സമയമെടുത്തു. ആ സമയത്തും സ്ഥല ഉടമകളുടെ രേഖകൾ സംസ്ഥാന സർക്കാരിന്റെ കൈവശം. പിന്നീട് 2024 ദേശീയപാത അതോറിറ്റിയോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. NHAI പരിശോധന നടത്തി ബന്ധപ്പെട്ട അധികൃതർ ചർച്ച നടത്തിയിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു, സ്ഥലവിലയുടെ 50% എങ്കിലും സംസ്ഥാന സർക്കാർ എടുക്കണം. ബാക്കി സ്ഥലവിലയുടെ 50% നിർമ്മാണത്തിനും ആവശ്യമായ പൂർണ്ണമായ ചെലവ് കേന്ദ്ര സർക്കാർ ദേശീയപാത അതോറിറ്റി വഹിക്കും എന്നും പറഞ്ഞു. പക്ഷേ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കരാറിൽ ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഈ കാര്യത്തിൽ 50% കൊടുക്കാൻ ഞങ്ങൾക്ക് പണമില്ല എന്നാണെന്ന് പറഞ്ഞത്. പക്ഷെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി കേന്ദ്ര മന്ത്രിയുമായി ചർച്ച നടത്താൻ പോലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സമയം കണ്ടെത്തിയില്ല. കേരളത്തിൻ്റെ വികസനത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാവുന്ന വലിയ പദ്ധതിയാണിത്. എന്നിട്ട് സ്ഥലത്തിൻ്റെ വിലയുടെ കേവലം 50% കൊടുത്താൽ മതി, ബാക്കി എല്ലാ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കും എന്ന് വ്യക്തമാക്കി. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു മറുപടി കൊടുക്കുന്നതിന് പകരം, കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തുന്നതിന് പകരം, ദേശീയപാത അതോറിറ്റിയുമായിട്ട് ചർച്ച നടത്തുന്നതിന് പകരം അവർ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു. ഏറ്റവും ഒടുവിലാണ് അവസാനം കരാറിൽ ഒപ്പുവെച്ചത്. കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ഇതിൻ്റെ പരിസ്ഥിതി പഠനത്തിന് അനുമതിക്കും ആവശ്യമായിട്ടുള്ള ബന്ധപ്പെട്ട രേഖകൾ NHAIയെ ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഏറ്റവും ഒടുവിലാണ് ഇപ്പോഴ് ഈ വിഷയം BJPയുടെ ശ്രദ്ധയിൽ വന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുമായിട്ട് അവിടെ രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചർച്ച ചെയ്തു. അതിനുശേഷം ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നിതിൻ ഗഡ്കരിയുമായിട്ട് വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് ഇപ്പോഴ് സ്ഥലമുടമകൾക്ക് അതിൻ്റെ സ്ഥലത്തിൻ്റെ സ്ഥലവില നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് സംസ്ഥാന സർക്കാർ അനാസ്ഥ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ, അവിടെ ഘടുകാര്യസ്ഥത ഇല്ലായിരുന്നുവെങ്കിൽ, ഈ കേന്ദ്രവിരുദ്ധ നിലപാട് മാറ്റിയിരുന്നുവെങ്കിൽ
സ്ഥല ഉടമകൾക്ക് നേരത്തെ പൈസ കൊടുക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കെടുകാര്യസ്ഥതയാണ്, കഴിവില്ലായ്മയാണ് ഈ പദ്ധതി ഇത്രയും വൈകിയത്. അതിൻ്റെ ഫലമായിട്ടാണ് സ്ഥല ഉടമകൾ നിത്യദുരിതത്തിലായത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കൊല്ലത്ത് കേന്ദ്ര സർക്കാർ അനുവദിച്ച ESICയുടെ കീഴിൽ 600 കോടി രൂപ ചെലവഴിച്ച് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഇതുവരെ 600 കോടിയുടെ പദ്ധതിയാണ്. തൊഴിലാളികൾക്കാണ് അതിന് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്. തൊഴിലാളികളെ മക്കൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം കിട്ടും. തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്കേറെ പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഈ കൊല്ലം മെഡിക്കൽ കോളേജ്. ഇതുവരെ ഞങ്ങൾ ഈ കാര്യത്തിൽ BJP ഇതിനെതിരെ പ്രക്ഷോഭം നടത്തി. എന്നിട്ട് പോലും ഇതുവരെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഇത് തന്നെയാണ് ഈ വിഴിഞ്ഞത്തുനിന്നും നവായിക്കുളത്തേക്കുള്ള ഔട്ടർ റിംഗ് റോഡിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കാണിച്ചത്. പക്ഷേ ഇപ്പോഴും BJP ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അടിയന്തരമായിട്ടും എത്രയും പെട്ടെന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സ്ഥല ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്.